ഹലോ, ഇന്ന് എൻ്റെ അടുക്കള വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഇതാ കണ്ടോ, എൻ്റെ കയ്യിൽ കുറച്ച് ഇലകളുണ്ട്. ഈ ഇലേൻ്റെ പേരാണ് മൈസൂർ ചീര. ഇതൊരു തോരൻ വെക്കണം, പിന്നെ ഒരു മോര് കാച്ചണം, പിന്നെ ഇഞ്ചി മാങ്ങ ചമ്മന്തി അരയ്ക്കണം. ഇഞ്ചി മാങ്ങ ചമ്മന്തി എന്ന് വെച്ചാൽ ഇഞ്ചി മാങ്ങ എന്ന് പറയുന്നത് എന്താ പറയുക, ഇഞ്ചിയുടെയും മാങ്ങേൻ്റെയും ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. കണ്ട ഇഞ്ചി പോലെ ഇരിക്കും, പക്ഷേ അതിന് ഇഞ്ചീൻ്റെ ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ മാങ്ങേൻ്റെ ടേസ്റ്റ് ആയിരിക്കും. നല്ല രുചിയാണ്. അപ്പം ഇതാ ഈ ചീരേൻ്റെ പേരാണ് മൈസൂർ ചീര, അങ്ങനെയാണ് ഇങ്ങോട്ട് പറയുക. അപ്പോൾ ഇത് കാടുകളിലും വീട്ടിൽ നമുക്ക് നട്ടുണ്ടാക്കാം, അല്ലാണ്ട് തന്നെ ഇതുണ്ടാവും, കാട്ടുകൂടൊക്കെ ഉണ്ടാവും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇലക്ക്. അങ്ങനെ ഇഞ്ചി എന്താ പറയുക, നമ്മുടെ മൈസൂർ ചീര അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, ഉള്ളി നമ്മൾ തോരൻ അരിയുമ്പം അങ്ങനെ കുനാന്ന് അരിയണം കേട്ടോ, അല്ലെങ്കിൽ കടിക്കും. അങ്ങനെ അത് മൂന്നും അരിഞ്ഞ് സെറ്റാക്കി. ഇനി ഇതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം. അപ്പം ഇത് പുതിയ കത്തിയാണേ. ഇതിന് കോഴിക്കോട് ഈ നാട്ടിലോട്ട് ഇതിനെ കൊടുവാൾ എന്നാണ് പറയുക. ഞങ്ങളെ നാട് വയനാടാണ്, എൻ്റെ വീട്. അവിടേക്ക് ഞങ്ങളിതിന് വാക്കത്തി എന്നാണ് പറയുക. അതുകൊണ്ട് പുതിയ വാക്കത്തിയാണ്, മാത്രമല്ല കുട്ടി തേങ്ങയാണ്. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് അത് വെട്ടിയെടുക്കാൻ. പക്ഷേ ഞാനത് വെട്ടിയെടുത്തു. ഒറ്റ വെട്ടിന് തന്നെ 2 കഷ്ണമായി, കണ്ടില്ലേ? കാരണം നല്ല പുതിയ വാക്കത്തി ആയതുകൊണ്ട്. അങ്ങനെ കുഞ്ഞു തേങ്ങ ആയതുകൊണ്ടും പിന്നെ ലേശം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അത്ര വെള്ളമാണെങ്കിൽ തന്നെ ഒത്തിരി മധുരമായിരുന്നു കേട്ടോ വെള്ളത്തിന്. കണ്ട, അല്ലെങ്കിൽ ഞാൻ തേങ്ങാ വെള്ളമൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഞാൻ എല്ലാം മോനെ കൊടുക്കുക ചെയ്യാറ്. പക്ഷേ ഇതവന് കൊടുക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചു. അങ്ങനെ തേങ്ങ ഒന്ന് കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതരിഞ്ഞ് സെറ്റാക്കുവാണേ. വീഡിയോയിൽ സൗന്ദര്യം നോക്കാൻ പോയതുകൊണ്ട് തന്നെ കയ്യിൽ ചിരവ കൊണ്ടു, നന്നായിട്ട് വേദനയായി. പക്ഷേ സാരമില്ല, അതിന് കാരണം വേറെ ഒന്നുമില്ല. കണ്ടോ, ചെറിയ തേങ്ങയാണ്, അതുകൊണ്ടാണ്. പിന്നെ വീഡിയോയിൽ ഇടയ്ക്കൊന്ന് നോക്കുകയും ചെയ്തു, അതൊരു കാരണമാണ്. അപ്പോൾ അതിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി ലേശം തേങ്ങ തിന്ന് ആലോചിച്ച് നിൽക്കുന്ന ഞാനാണത്. അപ്പം അത് കഴിഞ്ഞു. ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചു. ഒരു പാത്രം വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം ഇതിനോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ എന്താ പറയുക, നന്നായി ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി വേറൊരു പാത്രം വെച്ച് നമുക്ക് മോര് കാച്ചാം. എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു, അതിനുശേഷം ഉലുവ ഇട്ടു, ഒരു തണ്ട് എന്താ പറയുക ഉണക്കമുളകില്ലേ അതിട്ടു. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഉള്ളിയും കൂടിയിട്ട് ഞാൻ ചോപ്പറിൽ നന്നായിട്ട് ചെറുതാക്കി വെച്ചിരിക്കുകയാണേ. അങ്ങനെ അത് നന്നായി മൂപ്പിച്ചടയ്ക്കുക. ഇടയ്ക്ക് ഞാൻ എൻ്റെ മണമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതാ കിടക്കും. അങ്ങനെ ഭാഗ്യം താഴെ പോയില്ല, എന്താ ചെയ്യല്ലേ. അപ്പം അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. വേറെ ഒന്നും വേണ്ടേ. മഞ്ഞപ്പൊടി ഇട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ എന്താ പറയുക, മോര് ഒഴിച്ച് കൊടുത്തു. മോര് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോരാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ സാധനങ്ങൾ ഒന്ന് കളറ് മാറുമ്പോൾ ലേശം മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പ് ലേശം കുറവായതുകൊണ്ട് തന്നെ ലേശം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോര് കാച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ചീരത്തോരനും റെഡിയായി, അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് പനിക്കാർക്കുള്ള കഞ്ഞി വെക്കണം. അപ്പം കഞ്ഞി അരിയെല്ലാം കഴുകി സെറ്റ് ചെയ്ത്, പാൽക്കഞ്ഞിയാണ് കേട്ടോ, സാധാ കഞ്ഞിയല്ലേ. അങ്ങനെ വെള്ളം ചൂടായപ്പം കഞ്ഞീൻ്റെ അരി ഇട്ട് കൊടുക്കുകയാണേ. ഇനിയിപ്പം ചമ്മന്തി അരിക്കണം, ഇഞ്ചി മാങ്ങ ചമ്മന്തി. അതിന് എന്താ പറയുക, തേങ്ങ, വെളുത്തുള്ളി അല്ല, സാധാ ഉള്ളി, പച്ചമുളക്, ഇതാണ് ഇഞ്ചി മാങ്ങ, പിന്നെ ഒരു നുള്ളു പുളി. ഇതെല്ലാം കൂടെ മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് ചമ്മന്തി അരച്ചെടുക്കണം. അപ്പം ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇഞ്ചി മാങ്ങയ്ക്ക്. ഇഞ്ചിൻ്റെയും മാങ്ങേൻ്റെയും കൂടെ ടേസ്റ്റാണ്. ഇനി കുറച്ചും കൂടെ തേങ്ങ ചേർന്നത് എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ കഞ്ഞിക്കാണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിപ്പോയി. ഇതെൻ്റെ ചോപ്പറാണ്, ചോപ്പറിൻ്റെ ഉള്ളിൽ വെള്ളം കയറിപ്പോയി. അങ്ങനെ അതെല്ലാം കൊണ്ട് സെറ്റായാണ്. ഞാൻ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമ്മളെ ഹെൽത്ത് നോക്കണമല്ലോ. കുറച്ച് വെള്ളമെല്ലാം കുടിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കുവാണ്. അങ്ങനെ എൻ്റെ കഞ്ഞി ഏകദേശം തിളച്ചു. ഇനി ഇതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞൊഴിച്ചു. അങ്ങനെ മോര് കാച്ചിയത്, നല്ല ഇലത്തോരൻ, മൈസൂർ ചീരേൻ്റെ തോരൻ, അതുപോലെ തന്നെ ഇഞ്ചി മാങ്ങ ചമ്മന്തി, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല പാലൊഴിച്ച തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച കഞ്ഞി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ അടുക്കള വിഭവം. അതുപോലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ജീരകവെള്ളം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ.